ഗുഡ് മോർണിംഗ് സോറോ. എന്താ രാവിലെ തന്നെ ഡക്കായിട്ടൊരു യുദ്ധം? എന്തേ ഡക്ക് വരുന്നില്ലേ? വിളിക്ക്, ഡക്കിനെ വിളിക്ക്. എന്താ ഡക്ക് വരാത്ത? പുതിയ ടോയ് കിട്ടിയതിൻ്റെ സന്തോഷം. കുറച്ച് ദിവസത്തേക്ക് കാണുത്. ഗുഡ് മോർണിംഗ് സുഖി. ഗുഡ് മോർണിംഗ്. എവിടെ പോണ? ഓഫീസിൽ പോണ പോലെ ഉണ്ട്. ഓക്കെ, പോയിട്ട് വരാവേ. 2 ടോയ് അവൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. കണ്ടോ? ചോറ് തുറന്നപ്പോഴത്തേന് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലത്തെ കൂടെ ഓടാൻ നോക്കി. അപ്പൊ അവളെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. കേരള വാൻ വന്നപ്പോ ഇത് വന്നിണ്ടായി, കാന്താരി മുളക്. കാണണ്ട, കാന്താരി മുളക്. അപ്പൊ ഫ്രിഡ്ജിൽ കുറച്ച് നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ച് കാന്താരി മുളകിനെ കഴുകിയിട്ട് നെല്ലിക്ക ഉണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പിലിടാം. നെല്ലിക്ക ഈസ് എ ഗുഡ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതാ കാടമുട്ട 1 ഡസൻ പുഴുങ്ങാനിട്ടുണ്ട്. അത് ഇതിപ്പോ വരും. അതിന്റെ മുന്നേ വേഗം ഒന്ന് സോഫ്റ്റ് ആക്കും. ഇനി സോറോനെ റൂഫിനെ പിടിക്കുന്നത്. ഇതിൽ വെള്ളം ഒഴിക്കാനുണ്ട്. ഇതിൽ വെള്ളം ഒഴിക്കും. ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റ്. പക്ഷെ പ്രോട്ടീൻ ഉണ്ട്. 6 കാടമുട്ട വെച്ച് 2 ആൾക്കുണ്ട്. പിന്നെ അടിയും പൊടിയും ആയിട്ടുള്ള കുറച്ച് സവറഡോ ബ്രെഡ്, അതിൽ കുറച്ച് സ്പ്രെഡ് തേച്ചിട്ടുണ്ട് ഞാന്. പിന്നെ ഓരോ പീസ് സ്വീറ്റ് പൊട്ടാറ്റോ. ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. വേഗം കഴിക്കട്ടെ. റൂഫിന്റെ തന്നെ ഡെലിവറിന്റെ വ്ളോഗ് കഴിഞ്ഞു. ബേബി, നോക്ക് നിന്റെ ബേബി. അവള് പപ്പീനെ തിരയാൻ പോവാ. അത് ടിവിയിലെ കുഞ്ഞാ. നിന്റെ പപ്പീസൊക്കെ വലുതായി. മമ്മി തിരിച്ചും കരഞ്ഞു റൂഫി. ഞാൻ ഈ വ്ളോഗ് ഇട്ടിട്ട് തിരിച്ചും സങ്കടം. ഇതെപ്പ കണ്ടാലും കരയും. ഇന്നലെ പ്രശാന്തും അതാ പറഞ്ഞത്. അവ എല്ലാ ഫ്രണ്ട്സിനും ഒക്കെ ഇട്ട് കൊടുക്കും ഈ വീഡിയോ. എല്ലാ പ്രാവശ്യം കാണുമ്പോഴും തിരിച്ചും കരയും. ഇപ്പൊ ഞാൻ ഇന്നലെ അതുകൊണ്ടാ കാണാതിരുന്നത്. എനിക്ക് ഇന്നലെ ഈ വീഡിയോ കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര വിഷമമായിട്ട് ഞാൻ കണ്ടില്ല. അപ്പൊ ഇന്നിട്ട് നോക്കിയതാ. പക്ഷെ അവളുടെ ആ ഡെലിവറി, അവളുടെ പെയിന് എല്ലാം കാണുമ്പോ ഭയങ്കര വിഷമം. റൂഫി കുഞ്ഞാ, യു ആർ എ ബ്രേവ് ഗേൾ. ക്യൂട്ട്. ഇവിടെ ഞാൻ എന്താണ് ഖൂഫിയ പറഞ്ഞിട്ടൊരു ഹിന്ദി മൂവി കാണുന്നുണ്ട്. പാരലലി ഇതാ ലഞ്ച് പ്രിപ്പറേഷൻ. ഇതെന്തെന്ന് മനസ്സിലായില്ലേ? കാന്താരി മുളക്. ഇന്ന് നമ്മൾ കാന്താരി മുളക് ഇട്ടിട്ടുള്ള ഒരു ഉപ്പേരി ഉണ്ടാക്കണം. തോരനല്ല, മെഴുക്ക് പുരട്ടി. പിന്നെ ബേബി സിയർ ഫിഷ്, അതായത് അയക്കൂറ, ചെറിയ അയക്കൂറ ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്ന് മെഴുക്ക് പുരട്ടി പോലെ ഉണ്ടാക്കുന്നത്. പേർപ്പിൾ ക്യാബേജ് ആണ്. ഓൾറെഡി നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി ഇതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കാം. ഫുള്ളൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ, ഞങ്ങൾക്ക് 2 ആൾക്കും കഴിക്കാനുള്ളത് മാത്രം. ബാക്കി അങ്ങനെ കുറച്ച് ഡ്രൈ ആയതിൻ്റെ ശേഷം ഫ്രിഡ്ജിലേക്ക് കയറ്റാം. ഐ തിങ്ക് ഇത് മതിയാവും. ഞാനൊരു നേരം കഴിക്കും, അവന് ചിലപ്പോൾ 2 നേരം കഴിക്കും, കുറച്ചും കൂടെ ഇടവാണെങ്കിൽ. ഇതുവേ ധാരാളം.
ഓക്കെ. അപ്പോൾ പിന്നെ സാമ്പാർ ഫ്രിഡ്ജിലുണ്ട്, ചോറ്, പപ്പടം കഴിഞ്ഞു, പപ്പടം ഇനി വാങ്ങണം. അപ്പോൾ ചോറ്, സാമ്പാർ, ഫിഷ് ഫ്രൈ, പർപ്പിൾ ക്യാബേജ്, ഇതാണ് ഇന്നത്തെ ലഞ്ച്. ഇത് റെഡി, ഇത് റെഡി. യെസ്, സാമ്പാർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എന്നിട്ട് നമുക്ക് കഴിക്കാം. എന്റെ കുഞ്ഞിപ്പെണ്ണ് കിടന്നുറങ്ങണുണ്ട്. ലക്ഷ്മി അച്ചോ ക്യാമറയിട്ട് വന്ന് പെണ്ണീറ്റ് ഇവിടെ ഒരാൾ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അച്ചോടി ഉറങ്ങിക്കോ. മമ്മി ലഞ്ച് കഴിക്കട്ടെ കേട്ടാ. ഇന്നത്തെ ലഞ്ച് പ്ലേറ്റ് ആണ് കേട്ടോ. ചോറുണ്ട്, ഫിഷ് ഫ്രൈ ഉണ്ട്, പർപ്പിൾ ക്യാബേജ് ഉപ്പേരി മീൻസ് മെഴുക്ക് പുരട്ടി, വെണ്ടയ്ക്ക സാമ്പാർ, കേട്. പിന്നെ ഇന്നലെ ഞാൻ പാലട പായസം കുടിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ കുറച്ചിങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അത് ഫ്രിഡ്ജിൽ വെച്ചു. അത് ഫ്രിഡ്ജിൽ വെച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റ്, അങ്ങനെ കട്ടിയായിട്ട് ഇങ്ങനെ പുഡിങ് പോലെ ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഞാൻ അത് കുടിക്കും. എനിക്ക് പാലട പായസം ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ഞാൻ ഇന്ന് കുടിക്കും. സോ ഇതാണ് മൈ ലഞ്ച്. ഗുഡ് ഈവനിങ് ഗൈസ്. നമ്മൾ ഇന്ന് വാക്കിങ്ങിന് വന്നിട്ടുണ്ട്. മഴ ഓൾറെഡി ലൈറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്ത്, പക്ഷെ ഭയങ്കര മഴയൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ വേഗം അവരുടെ വാക്കിംഗ് തീർക്കാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞു, ചിക്കൻ തീർന്നു പറഞ്ഞു. റൂഫിമാ Rufi, she got settled. സോറ ആരടുത്ത് പോവില്ല. ഇവിടെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് റൂഫിന്. റൂഫി എനിക്ക് ബോറടിച്ചു. ഞാനിപ്പോ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് വന്നാണ്. അപ്പോൾ ദാ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സ്നേഹപൂർവ്വം ഒരു ഓംലെറ്റ് ഉണ്ടാക്കി തരുന്നുണ്ട്. പാവല്ല, ഞാൻ ഡിന്നർ കഴിച്ചില്ല അവരുടെ. ആ മുഖം ഒന്ന് കാണിച്ച ആ തിരുമോന്ത എന്ത് കണ്ടുപിടിക്കൂ, കള്ളത്തരോ. ഫുഡ് ഒന്ന് എങ്ങനെ ഉണ്ടായിരുന്നു ഡിന്നർ? ചോറ്, സാമ്പാർ, തോരൻ. ഉപ്പേരി തീർക്കണോ? അത് വെക്കണ്ട, ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ കയറ്റണം. മീൻ വറുത്തത് നിന്നെ എത്ര എടുത്തു? കുഞ്ഞു പീസല്ല, അത് തീർക്കാറുന്നു നിനക്ക്. ഹായ് ഗൈസ്, ഹൗ ആർ യു? ഇപ്പോ 11 മണിയായിട്ടാ. തിരുവാതിര പ്രാക്ടീസും ഡാൻസ് പ്രാക്ടീസും ഒക്കെ കഴിഞ്ഞ് വന്നു. ഇതാ സുഗി ഒരു ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പെപ്പറൊക്കെ ഇട്ടിട്ട്. ഇത് കഴിക്കണം. ഇതിന്റെ കൂടെ ഞാനൊരു ഹൈബിസ്കസ് ടീയും ഉണ്ടാക്കുന്നുണ്ട്, അത് റെഡി ആയിട്ടിരിക്കുക, എന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ട്. സോ കഴിക്കണേന്റെ മുന്നേ നമുക്ക് ഇതെടുക്കാം, നമുക്ക് ഇതിൽ നിന്ന് ഒരു കോട്ട എടുക്കാം. പിന്നെ ഇന്നലത്തെ വീഡിയോ കുറച്ച് ലെങ്തിയാണ് കേട്ടാ. അതൊന്നുമല്ല, ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നില്ല. എനിക്ക് അത് എഡിറ്റ് ചെയ്യുമ്പോൾ ഒന്നും കട്ട് ചെയ്യാൻ തോന്നിയില്ല. കാരണം ഇന്ന് ഞാനിപ്പോ ഇരുന്ന് ആ ബർത്ത് വ്ളോഗ് കണ്ടപ്പോ, അന്ന് ഞാൻ ഇത് ബർത്ത് വ്ളോഗ് ഇട്ടപ്പോൾ എനിക്ക് അത് ലെങ്തി ആയി തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതിരുന്ന് കാണുമ്പോ അതൊന്നും കട്ട് ചെയ്യാതിരുന്നത് എത്ര നന്നായി എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം ഐ വാസ് റീലിവിങ് ഇറ്റ്. ഞാൻ തിരിച്ചും കരഞ്ഞ് അത് കൂടെ ഒക്കെ പോയ പോലെ റൂഫി കളിക്കുക ഇവിടെ അങ്ങനെ. അപ്പൊ അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ മൊമോന്റെയും ഒക്കെ ഫസ്റ്റ് ബർത്ത്ഡേ പറഞ്ഞ് ഓർക്കുമ്പോൾ ആ ഒരു മെമ്മറി ആയിട്ട് ഞങ്ങൾക്ക് തിരിച്ചു നോക്കുമ്പോൾ അത് കാണാൻ അത് ഫുൾ ഉണ്ടാവണം എന്ന് എനിക്ക് തോന്നി. ട്രിം ചെയ്യണ്ടെന്ന് തന്നെ തോന്നി. അതുകൊണ്ട് ഞാൻ അത്ര ഇട്ടത്. ഇനിയുള്ള വീഡിയോസ് കുറവാക്കാൻ നോക്കാം. പക്ഷെ ഇനിയിപ്പോ ഫംഗ്ഷനും വരുന്നുണ്ടല്ലോ നാട്ടിൽ, കോയമ്പത്തൂരില് കല്യാണമൊക്കെ. അപ്പോ ഉള്ളത് ഭയങ്കര കുറവാക്കിയാലും ഒരു രസം ഉണ്ടാവൂല. എന്നാലും ഞാൻ മെജോറിറ്റി കാര്യങ്ങൾ മാത്രം കവർ ചെയ്യണ പോലെ 30 മിനിറ്റ്സിന്റെ ഉള്ളിലേ എല്ലാം ചെയ്യാൻ നോക്കുന്നുണ്ട് മാക്സിമം. 15 ആയിരുന്നു ഞങ്ങൾ ഐഡിയൽ ആയിട്ട് ആദ്യം കരുതിയത്. പക്ഷെ ഈ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ 15 അങ്ങനെ എപ്പോഴും നിൽക്കണം പറഞ്ഞിട്ടൊന്നുമില്ല. ലൈക്ക് വി കാൺ ഫിക്സ് ഇറ്റ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ടൈം പറഞ്ഞിട്ട്. ഇന്ന് കിട്ടിയുള്ളത് സ്റ്റേ ക്ലോസ് ടു എനിത്തിങ് ദാറ്റ് മേക്സ് യു ഗ്ലാഡ് ദാറ്റ് യു ആർ അലൈവ്. ഓക്കെ, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നതിനോട് ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ആയിട്ട്, ഗ്രേറ്റ്ഫുൾ ആയിട്ട്
ഓ അങ്ങനെ തോന്നണം, അങ്ങനെ തോന്നുന്ന കാര്യങ്ങളായിട്ട് നിങ്ങൾ ക്ലോസ് ആയിട്ടിരിക്കുക. അതിപ്പോ ആൾക്കാരായിരിക്കാം, സ്ഥലങ്ങളായിരിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് ബാംഗ്ലൂർ പറഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇറ്റ്സ് ലൈക്ക് മൈ ഹോം. ഓക്കെ, എന്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ഒക്കെ ബാംഗ്ലൂർ ആയിരുന്നു. ബാംഗ്ലൂർ വന്നിട്ടാണ് എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ ഫ്രീഡം, പിന്നെ കോൺഫിഡൻസ്, എല്ലാം ഇന്നുള്ള ഞാനായതേ ബാംഗ്ലൂർ എന്നുള്ള ഒരു സിറ്റി എനിക്ക് സമ്മാനിച്ചതാണ്. കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞ സമയത്തൊക്കെ ബാംഗ്ലൂരിനെ പറ്റി ഭയങ്കര മോശം പിക്ചറാണ് ബാക്കിയുള്ളവർ തന്നിട്ടുണ്ടായിരുന്നത്. ബാംഗ്ലൂർ പോയാൽ അങ്ങനെയാകും, വഴി പഴച്ചു പോകും, തെറ്റിപ്പോകും, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല. വഴി പിഴക്കണമെങ്കിൽ എവിടെ നിന്നും പിഴക്കാലോ. അതിനിപ്പോ ബാംഗ്ലൂർ വരണമെന്നൊന്നുമില്ല. ബാംഗ്ലൂർ വന്നിട്ട് എല്ലാവരും ചീത്തയാണെന്നൊന്നുമില്ല. നന്നായിട്ട് ജീവിക്കാനും പറ്റും. ഇറ്റ്സ് ഓൾ അബൌട്ട് യു. നിങ്ങൾ വരക്കുന്ന വര നിങ്ങളുടെ കൺട്രോളിലാണ് എല്ലാ കാര്യങ്ങളും. സോ എനിക്ക് ബാംഗ്ലൂർ വന്നിട്ട് നല്ലത് മാത്രമേ നടന്നിട്ടുള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ബാംഗ്ലൂർ. അപ്പോ സോ ഐ എം സോ ഗ്രേറ്റ്ഫുൾ. സോ ഐ വിൽ കം ബാക്ക് ടു ബാംഗ്ലൂർ എനി ടൈം. സോ ഇനിയിപ്പോ ഫ്യൂച്ചറിൽ വേറെ ഏതെങ്കിലും ഒരു കൺട്രിയിൽ പോയി സെറ്റിൽ ആയാലാവട്ടെ, വേറെ ഏതെങ്കിലും സ്റ്റേറ്റ്, വേറെ എവിടെ പോയി സെറ്റിൽ ആയാലും ബാംഗ്ലൂർ വിൽ ബി ഓൾവേസ് എ ഹോം ഫോർ മീ. ലൈക്ക് എനിക്ക് എപ്പോഴും ബാംഗ്ലൂർ വന്ന ഒരു പ്രത്യേക ഫീൽ ഗുഡാണ്. ഇതിപ്പോ ബാംഗ്ലൂർ സിറ്റിന്റെ ഉള്ളിൽ തന്നെ പോകണം പറഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്ന ബാംഗ്ലൂരിൽ കുറച്ച് ഔട്ട്സ്കേർട്ടാണ്. അപ്പോ നമ്മൾ എന്താ പറഞ്ഞു വന്നത്? ബാംഗ്ലൂർ. അതേപോലെ നമുക്ക് അങ്ങനെ ഞാൻ ഇന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതിൽ ഗ്രേറ്റ്ഫുൾ എന്ന് തോന്നിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ, നമ്മുടെ സർക്കിൾ, അത് ഫ്രണ്ട്സ് ആകാം, ഫാമിലി ആകാം, ഹസ്ബൻഡ് ആകാം, മക്കളാകാം, എന്തോ ആകാം. അപ്പൊ അങ്ങനെ തോന്നിക്കുന്ന കാര്യങ്ങളായിട്ട് നമ്മൾ ക്ലോസ് ആയിട്ടിരിക്കുക. ഓക്കെ, ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അപ്പൊ നമുക്ക് പോസിറ്റിവിറ്റി ഉണ്ടാവും നമ്മുടെ ലൈഫിൽ. ഇല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങള് അങ്ങനൊക്കെ. സോ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ്. സ്റ്റേ ക്ലോസ് ടു എനിത്തിങ് ദാറ്റ് മേക്സ് യു ഗ്ലാഡ് ദാറ്റ് യു ആർ അലൈവ്. അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ക്ലോസ് ആയിട്ടിരിക്കും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ നിങ്ങൾ കുറെ നാളായി അവരായിട്ട് സംസാരിച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ അവരെ വിളിക്കുക, അവരെ സംസാരിക്കുക, അവരായിട്ട് മിണ്ടുക, അവരിനൊക്കെ ആയിട്ട് നമ്മൾ ടച്ചിലിരിക്കുക, അങ്ങനത്തെ ആൾക്കാരായിട്ട്. സോ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ദിവസം. പിന്നെ ഡാൻസ് പ്രാക്ടീസ് ഞാൻ വീഡിയോ എടുക്കാത്തതെന്ന് വെച്ചാൽ ഞങ്ങളും പഠിക്കുന്നേ ഉള്ളൂ, പഠിക്കുന്ന സ്റ്റേജിലാണ്. ഫൈനലൊക്കെ ആവൂലേ, മീൻസ് ഞങ്ങളിങ്ങനെ പരിപാടിന്റെ ക്ലോസ് ആകുമ്പോൾ ഞങ്ങള് കുറച്ചുകൂടെ നന്നായി ബെറ്റർ ആയി കളിക്കും ഞങ്ങൾ. ഇപ്പൊ ഒക്കെ കൊറിയോഗ്രഫി ഒക്കെ നടക്കുന്നുള്ളൂ. ആ സമയത്ത് ഞാൻ എല്ലാവരുടെ അടുത്തും ചോദിച്ച് അവരുടെ ഒക്കെ പെർമിഷൻ ഉണ്ട് വെച്ചെങ്കിൽ ഞാനൊരു കുട്ടി വീഡിയോ എടുക്കാം. പരിപാടിന്റെ വീഡിയോ എന്തായാലും ഇടും. മെയിൻ പരിപാടിന്റെ വീഡിയോ എന്തായാലും നമ്മുടെ ചാനലിൽ വരും. സുഗി അത് ഫുൾ കവർ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ഡാൻസും തിരുവാതിരയും ഒക്കെ. ചിലപ്പോൾ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടാ ഇല്ല, ഈ 100 ഡേയ്സ് ചാലഞ്ചിൽ അത് വരിക. യെസ്, അപ്പൊ പാർട്ട് 1 പാർട്ട് 2 ആയിട്ടൊന്നും ഇടാൻ പറ്റില്ല. മേജർ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു 25-30 മിനിറ്റ്സിന്റെ ഉള്ളിൽ ചെയ്യാൻ നോക്കാം. സോ അങ്ങനെയൊക്കെ ഉള്ളൂ. പിന്നെ ദയവ് ഇത് സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം ഡെയിലി ഇത് കാണുമ്പോൾ നിങ്ങൾ സ്ഥിരം കാണുന്ന എൻ്റെ ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ബോറടിക്കുന്നുണ്ടാവും. ബട്ട് സ്റ്റിൽ പ്ലീസ് സപ്പോർട്ട്. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിനെ അറിയാത്ത കുറെ ആൾക്കാരിലേക്കൊക്കെ റീച്ച് ആകാൻ സഹായിക്കുക. സോ പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമന്റ്. ഇതേ സപ്പോർട്ട് എല്ലാവരും കാണിക്കുക. വ്യൂ കുറവൊക്കെ വരുന്നുണ്ട് ചില വീഡിയോസിനൊക്കെ. ബട്ട് സ്റ്റിൽ ഐ എം ഓക്കെ വിത്ത് ഇറ്റ്. ഞാൻ അതുകൊണ്ടൊന്നും അത് നിർത്തണ്ട. ഇത് ഞാൻ കണ്ടിന്യൂ ചെയ്യും. 100 ഡേയ്സിന് എന്തായാലും ഡെയിലി കണ്ടിന്യൂ ചെയ്യും. അത് കഴിഞ്ഞാൽ ഞാൻ വീക്കിലി 2 വ്ളോഗ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ 3 പുസ്തകമൊക്കെ കമ്പൈൻ ചെയ്ത് അതേപോലെ ട്രൈ ചെയ്യാം. പക്ഷെ 100 ഡേയ്സിന് ഐ എം നോട്ട് ഗോയിങ് ടു സ്റ്റോപ്പ്. ഓക്കെ, സോ താങ്ക് യു. സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ലവ് യു ഓൾ. ഗുഡ് നൈറ്റ്. ടേക്ക് കെയർ. ബൈ.